അപ്പം ഞാനൊരു സൂത്രം കാണിക്കാമേ. നമ്മുടെ വീട്ടിലുണ്ടായേക്കണേ പാഷൻ ഫ്രൂട്ട് കാണാമോ ഇവിടെ? ടക്ക് 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 ഇത് കണ്ടോ? അത് പാഷൻ ഫ്രൂട്ടാണേ. കണ്ടോ? 1 2 3 കാണിക്കാം, ക്യാമറയിൽ കൂടെ കാണിക്കാം. ഇങ്ങനെ കാണിക്കാം. അപ്പം എന്തേ കാണാമോ? ഇത് മൊത്തം പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ആകെ 2 എണ്ണേ ഉണ്ടായുള്ളൂ. പിന്നെ ഇത് മുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് എനിക്ക് ക്യാമറയിൽ കൂടെ കാണിക്കാൻ അത് ഉണ്ടോ? അത് കാണാമോ? മുകളിൽ കിടക്കുന്നത് ഇത് കണ്ടോ? അതൊക്കെ അതേ പാഷൻ ഫ്രൂട്ടാണേ. നിറച്ചും പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അയ്യോ, കണ്ണാടി എടുത്തോണ്ട് വരാമായിരുന്നു, കണ്ണ് കാണത്തില്ല. ഉണ്ടോ? ഞാനെന്ത് പറഞ്ഞതല്ലേ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ടോ? പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കയറി പോയിട്ടുണ്ട്. ഇത് കണ്ടോ? എനിക്കത് കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് കാണാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് പയറൊക്കെ അങ്ങ് പറിക്കാൻ മതി. അപ്പോൾ കുറേ പാഷൻ ഫ്രൂട്ട് ഇവിടെ നിലത്ത് വീണ് കിടപ്പുണ്ട്, കാറ്റ് കൊണ്ട് കേട്ടോ. നിറച്ച് കെയിൽസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് അവിടെ. കെയിൽസ് ഞാൻ അടുത്തടുത്ത് കാണിക്കുന്നില്ല. ഇവിടെ നമ്മുടെ മൊത്തം മിൻ്റാട്ടോ. വരും. അത് നമുക്ക് ഉരുളക്കിഴങ്ങ് പറിക്കണം നാളെ. സാമ്പാർ വെക്കണമെങ്കിൽ നമുക്ക് കുറേ ഇത് ചൊരക്ക തന്നെയാണ്. എൻ്റെ കെട്ടിയവൻ എന്നോട് പറഞ്ഞു പടവലാന്ന്. ഇത് പടവല അല്ല കേട്ടോ, ഇത് ചൊരക്കയാണ്. ചൊരക്ക, അതായത് ബോട്ടിൽ ഗാർഡ്. ഓക്കെ, അപ്പം നമുക്ക് അപ്പുറത്ത് കൂടെ പോയി നമുക്ക് കുറച്ച് പയർ പറിക്കാം. ഇത് മിൻറ്റിനൊന്നും വെള്ളം ഒഴിച്ചില്ല അല്ലേ? അവരത് ഭയങ്കരമായിട്ടും വാടി നിൽക്കണു. അത് പിന്നെ നിനക്ക് 100 വട്ടം മണിപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവല്ലേ? പിടിക്കാൻ നിലത്തേക്ക് വെക്കാൻ പറ്റേ? നിലത്ത് വെച്ചപ്പോൾ എനിക്ക് ക്യാമറ കാണിക്കാനും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിങ്ങോട്ട് വെച്ചാൽ മതി. മൂത്ത മാത്രം പറിച്ചാൽ മതി, അല്ലാത്ത അവിടെ ഇരുന്നോട്ടെ. അടുത്ത ദിവസം പറിക്കാനുള്ള തക്കുടും കൂടെ വിളിച്ച തക്കുടും കൂടെ പറിക്കായിരുന്നു. ബീൻസ് മൂത്താണോ? അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇത് മൂത്തല്ലേ? ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. എല്ലാം കൂടെ ഇപ്പം ഉപയോഗിക്കാൻ പറ്റത്തില്ലോ. സാമ്പാറിന് ഒത്തിരി വേണ്ട, ഇച്ചിരി മതി. അരിഞ്ഞ് പിടിച്ച് കയറ്റി വെക്കാനും പറ്റുമോ? ഞാൻ എവിടെ ചവിട്ടി വെക്കണം? ഞാൻ അങ്ങനെ ചവിട്ടി വെച്ചൊന്നുമില്ല. കുറ്റിപ്പയറിന്റെ ഒരു പയറിനൊക്കെ എവിടെ എവിടെ ഇത് പയറിന് പോവല്ലടാ. അപ്പുറം പയറുണ്ടാക്കുന്നുണ്ട് തൊട്ടിപ്പുറത്ത്. അതേല് ഇത് ഇത് അത് പയറാണോ? ഐ സി. അതുപോലെ ബീൻസ് സാമ്പാറിന് അത് കൂടുതലാ, ഇത്രയൊന്നും വേണ്ട. ഇവിടെയൊക്കെ എന്തോരം പച്ചവച്ചോളി പറിക്കുമ്പോ ഇത്രയും പയർ നിൽപ്പുണ്ട്. അപ്പം ഞാൻ വെച്ച് നാളെ അല്ലേ സാമ്പാർ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം പിന്നെ വാടി പോകത്തില്ലേ? അച്ചോ എല്ലാം കൂടെ പറിച്ചു വെച്ചാ ഞാൻ മൂത്ത മാത്രം മതി, ഒത്തിരി വേണ്ട. ഇതായതാ നന്നായിട്ട്. ഇത് നന്നായിട്ടായി. നല്ല മൂത്ത കായ. ആൾക്കാരാണെങ്കിൽ ഇത് എങ്ങനെയാണ് കുഴിച്ചു വെക്കണേ? ഇത് കായ ഞാൻ പറഞ്ഞു, കായാണെങ്കിൽ മൂത്ത കായ അങ്ങ് പാകിയാൽ മതി. അതെ, ഇനി കുഴിച്ചു വെച്ചാലും ഉണ്ടാവും. അതെ, ഇട്ടാ മതി. ഒത്തിരി വേണ്ടേ? അതെ, പക്ഷെ ഒത്തിരി വേണ്ട. നമുക്ക് ഇനി അരിഞ്ഞ് ഫ്രീസർ കയറ്റി വെക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അത് മതി. കോവയ്ക്ക പറിക്കാം 2-3 എണ്ണം. അത് മതിയെന്നേ, അത് മതി. നല്ല കാറ്റിട്ട് കാറ്റ്.
താഴെ പോണം. പോയി അതിൻ്റെ ഇടയിലേക്ക് എങ്ങാണ്ട് പോയിട്ടുണ്ട്. കോവക്കയുടെ പച്ചപ്പഴേ ആ പാവല് അങ്ങോട്ടൊക്കെ കയറിപ്പോയേക്കണം. എനിക്ക് കാണാൻ മേല. പാവയ്ക്കയുടെ മണ്ട ഇവിടുത്തെ ഈ പാവയ്ക്ക ഉണ്ടോ? പാവയ്ക്ക ഇച്ചിരി വലുതായത് എവിടെ? അയ്യോ ആ ബാഗ് ഇട്ടിട്ട് എന്നറിയാം പഴുത്തു പോയി. വേണ്ട. അയ്യോ ഞാനിവിടെ ഒരു നാരങ്ങയുടെ വെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നത്. എന്ത് ചെയ്യാം, നാരങ്ങയുടെ വെള്ളമാണ് ഗുഡ് ഫോർ കരിവേപ്പില. എൻ്റെ ചൊന മൊത്തം കൂടെ കയ്യില്. അവിടെ ആ ഇതൊക്കെ വാടി നിൽക്കണോ? മുളകാണോ എന്നാണോ വാടി നിൽക്കണം? മുളകുണ്ടായല്ലോ അല്ലേ? അത് കാണിച്ചത് അത് മുളക് ഉണ്ടായിട്ടില്ലടാ. മുളക് അത് ഇച്ചിരി സൂം ചെയ്താലേ കാണത്തുള്ളൂ. ഇനി ഉരുളക്കിഴങ്ങ് പിന്നെ ആ സബോള 2 പറിക്കണം. ഇത് ചുമന്നുള്ളിയാണോ ഈ നിക്കുന്നേ? എന്തോ പറയണേ. ഇതുണ്ടോ നമുക്ക് വേറൊരു മത്തങ്ങ ഉണ്ടായേക്കണേ. വലിയ മത്തങ്ങ, പച്ച മത്തങ്ങ കേട്ടോ. ഗുഡ്. പിന്നെ ഇവിടെ ഒരു മത്തങ്ങ ഉണ്ട്, അതാണെങ്കിൽ വാടിപ്പോയി. ഇതുണ്ടോ, ഇത് വാടിപ്പോയി. ഇത് പോയി. ഇനിയിപ്പോൾ അതുണ്ടാകുമോ എന്ന് അറിയത്തില്ല, നോക്കാം. വെയിറ്റ് ആൻഡ് സീ. പറമ്പിലേക്ക് നിലത്തേക്കൊക്കെ വീഴണം, പിന്നെ അതങ്ങ് ശരിയാവുമായിരിക്കുമേ. പക്ഷെ അറിയത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ വേരൊക്കെ കുഴപ്പമില്ല. ഇത് അച്ചോച്ച എവിടെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അത് അച്ചോച്ച തന്നെയാണ്, വേറൊന്നുമല്ല. അച്ചോച്ച ഇങ്ങോട്ട് പറിച്ചേക്കാം. ഏതാണ്ടൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ ഇതൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇത് ബോട്ടിൽ ഗാർഡ് കേട്ടോ. ഇത് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ ബോട്ടിൽ ഗാർഡല്ലേ ഇത്. ഉണ്ടോ, തക്കടുവിൻ്റെ കളിക്കുന്ന സ്ഥലമായിരുന്നു. ഉരുളക്കിഴങ്ങ് പറിക്കട്ടെ. മതി പറിച്ചത്. ഇതെന്തോ സവോളയാണ് ഇത്. ഞാൻ മൊത്തം എഡിറ്റ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് വേണം. ഇതെല്ലാം കൂടെ എനിക്ക് പറ്റുമോ? ഒന്ന് പിടിച്ചേ. അതിവിടെ വയ്ക്കാം. മഞ്ഞ മാത്രമേ മൂത്തത്, മറ്റേത് അവിടെ നോട്ടെ. ആ നമ്മുടെ കുഞ്ഞു നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ച് കുക്ക് ചെയ്തതിൻ്റെ ഒരു സുഖം. ആഹാ, അതൊരു ഭയങ്കര സുഖം തന്നെയല്ലേ? അതെ അതെ അതെ, അത് ഭയങ്കര സുഖമാണ്. നമ്മുടെ ചീരയും നമ്മളുടെ മത്തനും നമ്മുടെ പയറും നമ്മുടെ സ്പിനേജ്, വാഴ, എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ കിട്ടാൻ ഉണ്ട്. ഒത്തിരി വേണ്ട, ഇതിന് വെള്ളം മാത്രം മതി.
ആ മഞ്ഞ പറിച്ചാൽ മതി. ഇതിവിടെ ഉണങ്ങിയില്ല. അത് ആ പായ കാണും ചിലപ്പം. ഓ ആ അതേനാ ഉണ്ട് എന്നാ ആക്ച്വലി മതിയായിരിക്കും. അവിടെ ഉരുളക്കിഴങ്ങ് അവിടെ കിടന്നാലും അവിടെ കിടക്കും. ഇനിയുണ്ടോ അതിൻ്റെ അകത്ത്? ഓ ഇനിയുണ്ട് മനുഷ്യ, അവിടെ കിടന്നാലോ. ഇവിടെ ഇഷ്ടം മരിയുണ്ട് കേട്ടോ അവിടെ. അത് ഒത്തിരി ഉണ്ട് അവിടെ. ആ അതിനകത്ത് ഒത്തിരി വേണ്ട മുറ അവിടെ കിടക്കണം. അയ്യോ കുറേ ഉണ്ടായിരുന്നു. അത്രയും കഴിക്കാൻ അവിടെ കിടന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ കിടന്നാൽ ചീത്തയൊന്നും ആകത്തില്ല. അവിടെ കിടക്കട്ടെ. മതി മനുഷ്യ, അവിടെ ഇട്ടില്ല. മണ്ണിനകത്ത് കിടന്നാലേ ചീത്ത പോകും മനുഷ്യേ. അവിടെ കിടക്കട്ടെ. ആ അടുത്ത ദിവസം പറിക്കാനുള്ളപ്പോൾ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ കടയിൽ നിന്ന് മേടിക്കേണ്ടത് ഇഷ്ടംമാരി ഉണ്ടെന്ന്. ആ മണ്ണങ്ങ് ആക്കിയിട്ടേ അത് കുറച്ചും കൂടെ കിടന്ന് വളരാനാണെ വളർന്നോട്ടെ. നല്ല മണ്ണരനെ കളയല്ലേ. പിടിച്ചത് പോകും മനുഷ്യേ, തുടരുത്. അത് വള്ളിപ്പയറെന്നല്ലേ നീ പറഞ്ഞത്? അത് പക്ഷെ വള്ളിപ്പയറൊന്നും ആയില്ലല്ലോ. ഞാനാണെങ്കിൽ ഇതുപോലെ ആ കമ്പ് കിടപ്പം ഞാൻ ഓർത്തേന്നറിയാം അത് വള്ളിപ്പയറാന്ന് ഓർത്തോണ്ട് ഞാൻ അവിടെ പോയി നോക്കി. വള്ളിപ്പയറല്ലല്ലോ അത്. അല്ല വള്ളിപ്പയറാ, പയറുണ്ടായതല്ലല്ലോ. ആ ചീര ഞാൻ നാളെ പറിച്ചോളാം. സാമ്പാർ വെക്കുമ്പോൾ ഇപ്പം പറിക്കണ്ട. ഇതൊന്നും നോക്കിയ അപ്പുറത്തെ ആ ഇതുള്ള മാത്രം. നമുക്ക് എന്നാക്കെ കിട്ടി നോക്ക്. നമുക്കിപ്പം നമ്മൾ കത്തിപ്പയർ പറിച്ചു, അച്ചച്ച പറിച്ചു, കോവയ്ക്ക പറിച്ചു, ഉരുളക്കിഴങ്ങ് കിട്ടി, സബോള. ഇനി നമുക്ക് നാളെ സാമ്പാറിനുള്ള ചീരയും കൂടെ പറിക്കണം. ഓക്കെ, രാവിലെ നമുക്ക് ബാക്കി കഷ്ണം കൂടി ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്താ പറയുക, ചീരയും പിന്നെ നമ്മുടെ ആ ഒരു മത്തൻ ഇങ്ങനെ വാടി നിൽപ്പില്ലേ, ഞാൻ ഓർത്താം മത്തൻ കളയണ്ട, വെറുതെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. മത്തനും കൂടി അങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിച്ചേ. നമ്മുടെ ഒരു മത്തൻ വാടി തന്നെ, ഒരു മത്തൻ ഇവിടെ വാടി നിൽപ്പുണ്ടായിരുന്നു. അത് പറിച്ചുകൊണ്ട് പോയോ? അയ്യോ, ആ മത്തൻ താഴെ പോയി കിടക്കുക. ഇനി അതൊക്കെ ഉണ്ടാവുക ദൈവത്തിനറിയാം. അതേ 2 മത്തൻ താഴെ പോയി. ഓക്കെ, നമുക്ക് കുറച്ച് ചീരയും കൂടെ പറിച്ചേക്കാം. അപ്പം നമുക്ക് ഈ പൂവുണ്ടായത് അങ്ങ് പറിക്കുവാണെങ്കിലേ എളുപ്പമുണ്ട്. ഇച്ചിരി മൂത്തത് ഇവിടെയൊക്കെ എന്തോ പൂവുണ്ടായ പോലെ തോന്നി എനിക്ക്. ആ മതി, പറിക്കാം. ഇത് കൈ കൊണ്ട് എനിക്കിത് പറിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നാണെന്നറിയോ, അപ്പം 3 ചീരയെ പറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ചീരയും ഇതും കൂടെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി പറയുന്നേ നമുക്ക് ഒരു സാമ്പാർ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം ബൈ ബൈ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സാമ്പാറിൻ്റെ മിക്ക കഷ്ണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ചുവന്നുള്ളിയും കരിയാപ്പിലൊക്കെ ഉണ്ട്, അതൊക്കെ പറിക്കാത്ത. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്നും പറിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പറിച്ചത് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചേനയൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. ചേന ഒക്കെ നമ്മൾ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചതാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത മത്തങ്ങയാണ്. ഇതും എത്ര നാളത്തേന് പോകും എന്നറിയില്ല. മത്തങ്ങയൊന്നും അങ്ങ് ശരിക്കും പിടിക്കുന്നില്ല. മത്തങ്ങയ്ക്ക് എന്തെങ്കിലും ഒരു വളവോ സ്പെഷ്യൽ വളം എല്ലാം ഇട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ചൊരക്കയും ചീരയൊക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചീര വേണമെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ തരുന്നതായിരിക്കും. കാരണം നല്ല കുറച്ച് വെയിലായിരുന്നല്ലോ, അപ്പോഴത്തേന് ഇത് പെട്ടെന്ന് ഇനി പൂവായി കഴിഞ്ഞാൽ അത് പിന്നെ ഭയങ്കര എന്താ പറയുക, ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സുഖമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. നമുക്ക് 1-2 ചോടൊക്കെ എല്ലാവർക്കും തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിവേ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചമുള്ളതെല്ലാം അരിഞ്ഞ് നമ്മൾ ഫ്രീസറിൽ കയറ്റി വെക്കും. അപ്പം നമുക്ക് വിൻ്ററിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചീരത്തോരൻ കഴിക്കാൻ തോന്നുമ്പോൾ അതെടുത്ത് കഴിക്കാം. ചീര കൊണ്ട് കട്ലേറ്റ് ഉണ്ടാക്കാം, തോരനുണ്ടാക്കാം, അവിയലിനും സാമ്പാറിനും ഒക്കെ ഇടാം. അങ്ങനെ പല പല ഗുണങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അരി ഞങ്ങൾ അടുത്ത വർഷത്തേന് പാകാൻ വേണ്ടി വെക്കും. അങ്ങനെയാണ്. അപ്പം ഇത് ഭയങ്കര ഒരു സംതൃപ്തിയും സന്തോഷവും തരുന്ന കാര്യമാണ്. അപ്പോൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ളത് ഞങ്ങൾ എന്നും തന്നെ ഒരു മുറം പച്ചക്കറി പറിക്കാൻ നമുക്കുണ്ട്. നമുക്ക് അത് ദൈവം തരുന്നുണ്ട്. നമ്മളതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചാൽ നമ്മളൊരു പണിയും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ 2 പച്ചക്കറിയും അവിടെ കൊണ്ടുവന്ന് നട്ടിട്ട് പിന്നെ പറമ്പിൽ പുല്ലും കീറി അതിന് വളവും കൊടുക്കാതിരുന്നത് നടക്കില്ല. അപ്പം നമ്മുടെ പണികൾ നമ്മൾ ചെയ്യുക, ദൈവത്തിൻ്റെ പണി ദൈവം ചെയ്യും. പച്ചക്കറികളുടെ പണിയിൽ പച്ചക്കറി ചെയ്തും അങ്ങനെ നമുക്ക് ധാരാളം പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം
അപ്പം നമ്മളെപ്പോലെ തന്നെ ഇവിടെ പല ആൾക്കാരും ഉണ്ട് കേട്ടോ, നേഴ്സുമാരായിട്ട്. പ്രൊഫഷണലി നേഴ്സാണെങ്കിലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കൃഷി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ പോർട്സ്മൗത്തിൽ. അപ്പം അങ്ങനെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അറിയില്ല, സമയം പറ്റുവാണ് സമ്മതിക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ പോയി ഒരു വീഡിയോ ചെയ്യാം, നമ്മളെപ്പോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന വേറൊരാളുടെ വീഡിയോ കേട്ടോ. അപ്പം വീണ്ടും വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.